2024 ലോകത്തെ തകർത്തത് 150ലധികം കാലാവസ്ഥാ ദുരന്തങ്ങളാണെന്നാണ് ഐക്യരാഷ്ട്രസഭ ഏറ്റവും പുതുതായി പുറത്തിറക്കിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകം. ഒരുപാട് നാശനഷ്ടങ്ങളും മരണങ്ങളും ആ ദുരന്തങ്ങൾ ലോകത്ത് വിതച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിലെല്ലാം വ്യക്തമാക്കുന്നത്. ലോകമെമ്പാടും അത്ഭുതപൂർവമായ ഉഷ്ണതരംഗങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, കൊടുങ്കാറ്റുകൾ എന്നിവയെല്ലാം ഉണ്ടായതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആഗോളതാപനം മൂലം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളുടെ തീവ്രതയും ആവൃത്തിയും വർദ്ധിച്ചു വരുന്നതിനെയാണ് ഈ ഞെട്ടിക്കുന്ന കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. UN ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സമാഹരിച്ച ഈ റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളിൽ ചെലുത്തുന്ന വിനാശകരമായ ആഘാതത്തെയാണ് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന ഉഷ്ണതരംഗങ്ങൾ മുതൽ പേമാരി നിറഞ്ഞ വെള്ളപ്പൊക്കം വരെയും അതുപോലെ കാട്ടുതീ മുതൽ കാറ്റഗറി 5 ചുഴലിക്കാറ്റുകൾ വരെയും ഇതിൽ കാര്യമായി ഉൾപ്പെടുന്നുണ്ട്. ഇവ മാത്രമല്ല, മറിച്ച് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ വർഷമായാണ് WHO 2024 കൂടുതലും അടയാളപ്പെടുത്തുന്നത്. 2024 ഏറ്റവും വിനാശകരമായ വർഷങ്ങളിലൊന്നായി ഓർക്കപ്പെടുമെന്ന് കാലാവസ്ഥാ സംബന്ധമായ ദുരന്തങ്ങൾ ലോകത്തിലെ എല്ലാ മേഖലകളെയും സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തിരുന്നു. 2024 ഏറ്റവും വിനാശകരമായ 10 കാലാവസ്ഥാ ദുരന്തങ്ങൾ മാത്രം $200 ബില്യൺ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ ദുരിതത്തിൽ 80,000-ലധികം ആളുകൾ കുടിയിറക്കപ്പെടുകയും ഭവനരഹിതരാകുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. 2008 കണക്കുകൾക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വാർഷിക സംഖ്യ കൂടിയാണിത്. $60 ബില്യൺ നാശനഷ്ടമുണ്ടാവുകയും 25 പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്ത മിൽട്ടൺ ചുഴലിക്കാറ്റും 55 ബില്യൺ നാശനഷ്ടങ്ങളും 232 മരണങ്ങളും ഉണ്ടാക്കിയ ഹെലിൻ ചുഴലിക്കാറ്റും അമേരിക്കയിലുടനീളം വീശിയടിച്ച കൊടുങ്കാറ്റുകളുടെ പരമ്പരയിൽ ഉൾപ്പെടുന്ന വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളാണ്. ജപ്പാനിലെ ഉഷ്ണതരംഗങ്ങളും ലക്ഷക്കണക്കിന് ആളുകളെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. ഇന്ത്യയെയും ഉഷ്ണതരംഗം വിട്ടിരുന്നില്ല. 2000-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഉഷ്ണതരംഗം രാജ്യത്തെ വല്ലാതെ തന്നെ വലയ്ക്കുകയും ചെയ്തിരുന്നു. ഈ ദുരന്തങ്ങൾ വിനാശകരമായ മനുഷ്യനാശത്തിന് വഴിയൊരുക്കി. മാത്രമല്ല, ദൂരവ്യാപകമായ സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും വലിയ തോതിൽ ഇടയാക്കിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളുടെ തീവ്രതയും ആവൃത്തിയും വർദ്ധിക്കുന്നത് സുസ്ഥിര വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മനുഷ്യാവകാശങ്ങൾ എന്നിവയിലേക്കുള്ള ആഗോള പുരോഗതിയെ ദുർബലപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉഷ്ണതരംഗം മാത്രമല്ല, മറിച്ച് കനത്ത മഴയും ലോകത്തെ പിടിച്ചു വലയ്ക്കുകയാണ്. ഇറ്റലിയിൽ റെക്കോർഡ് മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും വൈദ്യുതി തടസ്സത്തിനും കാരണമായിട്ടുണ്ട്. സെനഗലിൽ ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതായിരുന്നത്. പാകിസ്ഥാനിലും ബ്രസീലിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ വലിയ വിനാശവും ഉണ്ടായിരുന്നു. 2024 ആഗോള താപനം കൊടുങ്കാറ്റുകളെ അതിശക്തമാക്കുകയും ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ 6 ചുഴലിക്കാറ്റുകൾ ഫിലിപ്പീൻസിൽ ആഞ്ഞടിച്ചിരുന്നു. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നത് സാധാരണക്കാരെ വിലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണെന്നാണ് അമേരിക്കയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാർ എല്ലാം അഭിപ്രായപ്പെടുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ, വനനശീകരണം, ഭൂമി നശീകരണം തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കൂട്ടായ നടപടിയുടെ അടിയന്തര ആവശ്യകതയെ UN റിപ്പോർട്ട് ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ശ്വസന രോഗങ്ങൾ, ചൂട്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ കാലാവസ്ഥാ വ്യതിയാനം ആഗോള ഭക്ഷ്യ സംവിധാനങ്ങളെയും തകിടം മറിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിളനാശത്തിനും വിളവ് കുറയുന്നതിനും വിളകൾ വളരുന്ന സീസണുകൾ മാറുന്നതിലും വലിയ തോതിൽ ഇടയാക്കുന്നുണ്ട്. ഈ വർഷം വരാനിരിക്കുന്ന പുതിയ ദേശീയ കാലാവസ്ഥാ പദ്ധതികളോടെ ഈ അവസ്ഥ മാറ്റാനും ജനങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രവർത്തിക്കാനും നേതാക്കൾ മുന്നിട്ടിറങ്ങണമെന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ചൂണ്ടിക്കാട്ടുന്നത്. ഓരോ വർഷവും നമ്മൾ അജ്ഞാതമായ ഒരു മേഖലയിലേക്ക് കൂടുതൽ മുന്നോട്ട് പോവുകയാണ്. 2024 ആധുനിക മനുഷ്യ സമൂഹം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നെങ്കിലും വരും വർഷങ്ങൾ അതിലും കൂടുതൽ ചൂടേറിയതാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മളെ ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു കാലാവസ്ഥയിലേക്ക് തള്ളിവിടുമെന്നതിൽ ഒരു സംശയവുമില്ല. അടുത്ത സമയങ്ങളിലായി അമേരിക്കയിലടക്കം ഒന്നിലധികം ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ രാജ്യത്തെ പ്രകൃതി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നൂറുകണക്കിന് ശാസ്ത്രജ്ഞരും ഗവേഷകരെയും പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ട്രംപിന്റെ ഭരണകൂടം. പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയിലെ ഗവേഷകരെയും ശാസ്ത്രജ്ഞരെയുമാണ് പിരിച്ചുവിടാൻ ട്രംപ് പ്രധാനമായിട്ടും തയ്യാറാകുന്നത്. ഏജൻസികൾക്ക് നൽകുന്ന തുക വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ചെലവ് വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഈ പരിഷ്കാരങ്ങൾ ഭാവിയിൽ അമേരിക്ക നേരിടുന്ന വെല്ലുവിളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുവാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏജൻസിയുടെ 17,000 ജീവനക്കാരിൽ 65% പേരെയും വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയിട്ടതായിരുന്നു ഫെബ്രുവരിയിൽ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നത്. അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും കൂട്ടപ്പിരിച്ചുവിടൽ നീക്കത്തിലേക്കാണ് ട്രംപ് ഭരണകൂടം നീങ്ങുന്നതെന്നാണ് നിലനിൽക്കുന്ന സൂചനകൾ. മലിനീകരണം, ശുദ്ധജലം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്ര ഗവേഷണ വിഭാഗമാണ് EPA അഥവാ
പരിസ്ഥിതി സംരക്ഷണ ഏജൻസി എന്നത്. പിരിച്ചുവിടലുകൾ ഈ സംവിധാനത്തെ ഇല്ലാതാക്കുമെന്ന വിമർശനം രാജ്യത്തെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അവശേഷിക്കുന്നവരെ ഏജൻസിയിലെ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റാനും കാര്യമായി നീക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഈ പിരിച്ചുവിടലുകൾ ഫെഡറൽ ജീവനക്കാരെ കുറച്ചുകൊണ്ട് സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പരിസ്ഥിതി, പൊതുജനാരോഗ്യം മുതലായ വിഷയങ്ങളിലെ നയതന്ത്രങ്ങൾ പിൻവലിക്കുന്നതിലേക്കും നീങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ലോകത്തെ പിടിച്ചുകുലുക്കി ഇത്തരത്തിൽ വരുന്ന വൻ ഭവിഷ്യത്തുകൾ ഭാവിയിൽ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ ഒരു വ്യക്തതയുമില്ല. അവ വലിയ ആശങ്കകളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. കാലം മാറിയെന്നതും ഇത്തരം വിനാശകരമായ സംഭവങ്ങൾ മനുഷ്യന്റെ ജീവന് തന്നെ വെല്ലുവിളിയും ഉയർത്തുന്നതാണ്. മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളിലൂടെ ലോകത്തിൽ കലഹം നിലനിൽക്കുമ്പോൾ ലോക നേതാക്കൾ എത്രയും പെട്ടെന്ന് ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അതിനുള്ള സമയം അതിക്രമിച്ചുവെന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്.